Hi students, welcome to the classes for Environment Management and Human Rights. Today we are going to discuss the topics water resources, use and overuse of surface and groundwater, water conservation strategies, watershed management and dams. We know that about 2/3 of Earth's surface is covered with water. However, the amount of usable water is very low. അതായത് ഏകദേശം 70% അല്ലെങ്കിൽ 70.8% ഓഫ് സർഫസ് ഓഫ് എർത്ത് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അതിൽ ഒരു 97%ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ കൺസംഷന് പറ്റിയതല്ല. ഏകദേശം ഒരു 2%, ബാക്കിയുള്ള 3%-ൽ 2%ഉം ഗ്ലേസിയർ ഫോമിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ അകത്ത് ഒരു 1% മാത്രമേ ഹ്യൂമൻ കൺസംഷനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത്രയും അത് മാത്രമല്ല, നമ്മളുടെ കൺസംഷനും വളരെ കൂടുതലാണ്. ഗ്രോയിങ് പോപ്പുലേഷൻ, അതുപോലെ ഡെവലപ്മെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ആയപ്പോൾ നമുക്ക് ഈ വാട്ടറിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നതും വളരെ ഹൈ ആണ്. അപ്പോൾ ഇങ്ങനെ അത് ഈ വാട്ടറിൻ്റെ ചില സ്പെസിഫിക് ഫീച്ചേഴ്സ് കൊണ്ട് തന്നെയാണ് വാട്ടർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത്. നമ്മുടെ ബേസിക് നീഡിൽ തന്നെ ഉള്ള ഒന്നാണ് എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നിലനിർത്താൻ വേണ്ടി വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമുക്ക് ഫുഡില്ലാതെ കുറേ ദിവസങ്ങൾ നമുക്ക് ജീവിക്കാൻ സാധിക്കും, പക്ഷേ വെള്ളമില്ലാതെ നമുക്ക് ഒരു 2 ദിവസത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം വാട്ടർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ വാട്ടറിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് പറയുന്നത്, വാട്ടർ എക്സിസ്റ്റ് ആസ് ലിക്വിഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 0 to 100 degrees Celsius with highest specific heat and latent heat of vaporization. അതായത് വാട്ടർ എന്നുള്ള ഒരു ഫോമുല വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നത് 0 to 100 degree Celsiusൽ മാത്രമാണ്. 0 കഴിഞ്ഞാൽ അത് ഐസ് ആ ഒരു ഫോമിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ 100 degree Celsiusൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പറായിട്ട് മാറും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമാണ് വാട്ടറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചർ പറയുന്നത്, വാട്ടർ ഈസ് എക്സലൻറ്റ് സോൾവെൻറ്റ് ആൻഡ് ആക്ട് as എ കാരിയർ ഓഫ് ന്യൂട്രിയൻറ്റ് ആൻഡ് ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ദം ടു ദീസ് സെൽസ് ഇൻ ദ ബോഡി, റെഗുലേറ്റ്സ് ദ ബോഡി ടെമ്പറേച്ചർ ആൻഡ് സപ്പോർട്ട് സ്ട്രക്ചർ ആൻഡ് ക്യാൻ ഡിസോൾവ് വേരിയസ് പൊല്യൂട്ടൻ ആൻഡ് ക്യാൻ ആക്ട് ആസ് കാരിയർ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. നമ്മുടെ ബോഡിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മുടെ എല്ലാ സെൽസിലും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം ക്യാരി ചെയ്യുന്നത് വാട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് വാട്ടർ വേണം. നമ്മുടെ ബോഡി പ്യൂരിഫൈ ചെയ്യുന്നത് വാട്ടറാണ്. പിന്നെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വാട്ടറിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വിച്ച് ആക്ട്സ് ആസ് എ റിസോഴ്സ് ഓഫ് വാട്ടർ ടു ദ എർത്ത്. It is estimated that about 1.4 inch thick layer of water evaporates and majority of water returns to earth through hydrological cycle. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ വാട്ടർ സൈക്കിളാണ്. നമ്മുടെ ഭൂമിയിലെ വെള്ളം വീണ്ടും എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊരു സൈക്കിൾ ഫോമിലാണ്. വാട്ടർ ഇവാപറേറ്റ് ചെയ്യുന്നു, വീണ്ടും അത് റെയിൻ വാട്ടറായിട്ട് നമ്മുടെ എർത്തിലെത്തുന്നു. ആ ഒരു സൈക്കിള് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നേച്ചർ എക്സിസ്റ്റ് ചെയ്തു പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടറിൻ്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 4 പ്രോസസ്സുകളാണുള്ളത്. അതായത് വാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രെസിപ്പിറ്റേഷൻ ആൻഡ് കളക്ഷൻ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവാപ്പറേഷൻ, ദാറ്റ് ഈസ് ചേഞ്ചിങ് ഓഫ് വാട്ടർ ഇൻ ടു ഗ്യാസ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അതായത് ബാഷ്പീകരിച്ച് പോവുക, അതിനാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇവാപ്പറേറ്റഡ് ആയിട്ട് പോയ ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളായിട്ട് ക്ലൗഡായിട്ട് ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചിങ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. Next, precipitation, that is water falls from the sky in the form of rain, snow or hail. This process is called precipitation. അതായത് ഈ ഡ്രോപ്ലെറ്റ്സ് ഹെവിയായി പിന്നെ തണുത്ത് പിന്നെ മഴയായിട്ടോ റെയിനായിട്ടോ സ്നോ ആയിട്ടോ അല്ലെങ്കിൽ ആലിപ്പഴങ്ങളായിട്ടോ വീണ്ടും നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ precipitation എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, collection, that is oceans and lakes collect water that has fallen. Water evaporates into the sky again and the cycle continues. അപ്പം കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഈ മഴയായിട്ട് വീഴുന്ന വെള്ളം എന്തിലേക്ക് ഒലിച്ചു പോകുന്നുണ്ട്? ഓഷ്യൻസിലും ലേക്സിലും ഒക്കെ ഒളിച്ചു പോകുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സിലൂടെ കളക്ഷൻ പ്രോസസ്സിലെത്തിയതിന് ശേഷം വീണ്ടും വാട്ടർ എന്തായി പോകുന്നു? ഇവാപ്പറേറ്റ് ആയി പോകുന്നു. അങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യൂസസ് ഓഫ് വാട്ടർ. നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസിൽ 1% മാത്രമേ നമുക്ക് കൺസംഷന് വേണ്ടി, അതായത് പീപ്പിൾ, ആനിമൽ, പ്ലാന്റ്സ്, എർത്ത്, ഇവയ്ക്കൊക്കെ അവൈലബിൾ ആയിട്ട് കൺസംഷന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് 1% മാത്രമേ ഉള്ളൂ. There is an unequal distribution of water resources on different parts of earth. നമ്മുടെ എർത്തിൻ്റെ പല ഭാഗത്തിലും പല രീതിയിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അതായത് ചില ഏരിയയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കും, ചില ഭാഗങ്ങളിൽ നമുക്ക് മഴ ലഭിക്കാറേ ഇല്ല. അങ്ങനെ പല രീതിയിൽ അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ യൂസസ് ആണുള്ളത് വാട്ടറിന്. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും, എല്ലാ ലിവിങ് ഓർഗാനിസംസിനും വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. വാട്ടർ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ഓൾ ദി ലിവിങ് ഓർഗാനിസംസ്. വൺ ക്യാൻ സർവൈവ് ഫോർ വീക്സ് വിത്തൗട്ട് ഫുഡ് ബട്ട് കനോട്ട് സർവൈവ് മോർ ദാൻ എ ഫ്യൂ ഡേയ്സ് വിത്തൗട്ട് വാട്ടർ. അതുമാത്രമല്ല, പണ്ടത്തെ നമ്മുടെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവാറുമുള്ള എല്ലാ സിവിലൈസേഷൻസും ഫോം ചെയ്തിട്ടുള്ളത് നദീതടങ്ങളിലാണ്, അതായത് നദീതീരങ്ങളിലാണ്. പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പല സിവിലൈസേഷൻസും ഫോം ചെയ്തിട്ടുള്ളത്, അതായത് പണ്ട് ആളുകൾ താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റിന് സാധ്യമായിട്ട് കരുതിയിരുന്നത് നദികളുടെ തീരങ്ങളിലാണ്, അതായത് വാട്ടർ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതായത് നമുക്ക് എസെൻഷ്യലാണ്, വാട്ടർ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, പരിഗണിക്കാറുള്ളൂ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ജനറലായിട്ടുള്ള ഒരു യൂസസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ യൂസസ് ആണ് വാട്ടറിൻ്റെ എന്നുള്ളത് നമുക്കറിയാം. അതായത് വാട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും വാട്ടർ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. Water dissolves nutrients and distributes them different parts of plants and regulates the temperature and removes the waste. അപ്പം നമ്മുടെ ബോഡിയിലാണെന്നുണ്ടെങ്കിലും എല്ലാ ന്യൂട്രിയൻസും ക്യാരി ചെയ്യുന്നതും, പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിലും അവയുടെ വളർച്ചയ്ക്ക്, അതുപോലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന്, വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന്, അങ്ങനെ മൾട്ടിപ്പിൾ യൂസസ് ആണ് വാട്ടർ കൊണ്ടുള്ളത്. ദറ്റ് ഈസ് ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി യൂസസ് ഓഫ് വാട്ടർ. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. ഇപ്പം നമുക്കറിയാം, ഗ്രോയിങ് പോപ്പുലേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചർ പർപ്പസസിന്, ഇതിനൊക്കെ വേണ്ടി നമ്മൾ വാട്ടറിനെ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഓവർ യൂട്ടിലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സർഫസ് വാട്ടർ റിസോഴ്സും ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓവറായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയാം. വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ഈസ് റിഫർ ടു ദി എക്സ്ട്രാക്ഷൻ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ ആൻഡ് ഹ്യൂമൻ കൺസംഷൻ. നമ്മുടെ ആവശ്യങ്ങൾക്ക്, ഹ്യൂമൻ കൺസംഷന് വേണ്ടിയും അതുപോലെ ഇറിഗേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയും നമ്മൾ വാട്ടർ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പർപ്പസുകൾക്ക് വേണ്ടിയും വളരെയധികം വാട്ടറെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ഇൻഡസ്ട്രിയൽ അതുപോലെ റെസിഡൻഷ്യൽ സെക്ടേഴ്സ്, സീസണൽ ആയിട്ടുള്ള ടൂറിസം ആക്ടിവിറ്റീസ്, ഇവയ്ക്കൊക്കെ വേണ്ടി നമ്മൾ വാട്ടറിനെ കൺസ്യൂം ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പം അത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നിന്നാണ് നമുക്ക് വാട്ടറിൻ്റെ റിസോഴ്സസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് നമ്മൾ വാട്ടർ റിസോഴ്സുകളെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും. സർഫസ് വാട്ടർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദറ്റ് ഈസ് വാട്ടർ ഓൺ ദി സർഫസ് ഓഫ് കോണ്ടിനെൻറ്റ്സ് സച്ചസ് ഇൻ റിവർ, ലേക്ക് ഓർ വെറ്റ് ലാൻഡ്. നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ സർഫസ്, എർത്തിൻ്റെ സർഫസിന് കാണപ്പെടുന്ന വാട്ടർ റിസോഴ്സുകളെയാണ് നമ്മൾ സർഫസ് വാട്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. റിവറും ലേക്കും വെറ്റ്ലാൻഡും ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. അതായത് നമുക്ക് ഭൂമിക്കടിയിൽ പാറകളുടെ ഇടയിലൊക്കെ നമുക്ക് ഉറവകളൊക്കെ കാണപ്പെടാറുണ്ട്, അക്യൂഫേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഇസ് ദ വാട്ടർ ഫൗണ്ട് അണ്ടർഗ്രൗണ്ട് ഇൻ അക്യൂഫേഴ്സ്. ലെയേഴ്സ് ഓഫ് ഹൈലി പെർമിയബിൾ റോക്ക് ദാറ്റ് ക്യാൻ സ്റ്റോർ വാട്ടർ ഈസ് കോൾഡ് ആൻ അക്യൂഫർ. അക്യൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാറകളുടെ ഇടയിൽ വെള്ളം ഒഴുകിപ്പോകുന്ന പാറകളുടെ ഇടയിലുള്ള ആ ഒരു പാർട്ടിനെ, ആ ലെയറിനെയാണ് നമ്മൾ അക്യുഫേഴ്സ് എന്ന് വിളിക്കുന്നത്. ലെയേഴ്സ് ഓഫ് സാൻഡ്, ഗ്രേവൽസ്, ക്ലേ ആൻഡ് ക്രിസ്റ്റലൈൻ റോക്സ് ആർ നോട്ട് ഗുഡ് അക്യുഫേഴ്സ്. അപ്പോൾ എല്ലാ അക്യുഫേഴ്സും നമുക്ക് കൺസ്യൂമബിൾ അല്ല. പിന്നെ മറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കറക്റ്റ് ആ റോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പെർമിയബിൾ റോക്കുള്ള ഇടയിൽ നിന്ന് വരുന്ന അക്യുഫേഴ്സ് മാത്രമാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഈ വാട്ടർ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പിന്നെ എഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡിക്രീസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ഒരുപാട് എന്ത് ചെയ്യും, കുറയും. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് യൂസേജ് ഡിക്രീസസ് ദ ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആ സോഴ്സ് ഒരുപാട് കുറയും. നെക്സ്റ്റ്, ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ. നമുക്ക് നമ്മുടെ റിസോഴ്സുകളിലുള്ള വാട്ടർ കുറയുമ്പോഴത്തേക്കും റെയിൻഫാൾ, അതായത് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ പറഞ്ഞല്ലോ, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സുകളിൽ വാട്ടർ ഉണ്ടായിരിക്കണം, എന്നാലേ അത് ഇവാപറേറ്റ് ആയി പോകത്തുള്ളൂ. അപ്പം അത് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെയിൻഫാളിൽ കുറവുണ്ടാകും. നെക്സ്റ്റ്, ഇറ്റ് സീൽസ് ദ പെർമിയബിലിറ്റി ഓഫ് സോയിൽ. അതായത് നമ്മുടെ മണ്ണിലേക്ക് വെള്ളം അരിച്ചിറങ്ങിയാൽ മാത്രമേ അത് വാട്ടർ റിസോഴ്സുകളിൽ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോഴുള്ള പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോൺക്രീറ്റിങ്ങും ഒക്കെ തന്നെ മണ്ണിലേക്ക് വെള്ളം അരിച്ചിറങ്ങുന്നതിനെ തടയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടർ റിസോഴ്സിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറിലും ഒക്കെ എന്തുണ്ടാകും, കുറവുണ്ടാകും. നെക്സ്റ്റ്, ഗ്രൗണ്ട് സബ്സൈഡൻസ്. സബ്സൈഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് മണ്ണ് ഇടിഞ്ഞ് താഴുക. വാട്ടർ റിസോഴ്സിൻ്റെ കുറവ് വരുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസിൽ ആ ബാലൻസിൽ ഒരു വ്യത്യാസം വരുമ്പോഴത്തേക്കും ഗ്രൗണ്ട് സബ്സൈഡൻസിനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് ഗ്രൗണ്ട് വാട്ടർ വിഡ്രോവൽ ഈസ് ഗ്രേറ്റർ ആൻഡ് ദാൻ ഇറ്റ്സ് ഡിസ്ചാർജ് റേറ്റ്, ദെൻ ദ സെഡിമെൻറ്റ്സ് ഇൻ ദി അക്യുഫേഴ്സ് ഗെറ്റ് കമ്പാക്റ്റഡ്. ആസ് എ റിസൾട്ട് ഷ്രിങ്കേജ് ഓഫ് ലാൻഡ് സർഫേസ് ടേക്സ് പ്ലേസ്. അതായത് നമ്മൾ വീണ്ടും മണ്ണിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തന്നെ വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് വെള്ളം അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കണം. ആ വെള്ളം അതായത് റീചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ നമ്മുടെ വെള്ളം ഉപയോഗിക്കുന്നത് മാത്രം കൂടിക്കൊണ്ടിരിക്കുകയും അത് തിരിച്ച് മണ്ണിലേക്ക് എത്തിച്ചേരാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ വെള്ളം ആവശ്യത്തിന് അവിടെ എത്താതെ അവിടെയുള്ള അടിമട്ടും സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ എക്കൽ എല്ലാം ചേർന്നിട്ട് അത് അക്യുഫേഴ്സ് അടയുന്നതിനും അവിടുത്തെ മണ്ണ് ഇടിഞ്ഞു താഴുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് ആ വെള്ളം വീണ്ടും റീചാർജ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത് സ്ട്രക്ചറൽ ഡാമേജസ് ടു ദ ബിൽഡിങ്സ്. അപ്പോൾ അങ്ങനെ മണ്ണിടിച്ചിലുണ്ടാകുമ്പോഴത്തേക്കും ആ ഭാഗങ്ങളിലുള്ള ബിൽഡിങ്സിൽ ഡാമേജ് സംഭവിക്കാം. ഫ്രാക്ചർ ഇൻ പൈപ്സുകളുടെ ഫ്രാക്ചർ സംഭവിക്കാം. അതുപോലെ കനാൽസ് ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ തടയാം, അത് തിരിച്ചൊഴുകുന്നതിന്. അതായത് ഈ സെഡിമെൻറ്റ്സ് വന്ന് അടിഞ്ഞിട്ട് അവിടെ ഒരു തടസ്സം ഉണ്ടാവുകയും ആ മണ്ണ് അവിടെ താഴുകയും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇത് ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഓവറായിട്ട് വാട്ടർ റിസോഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് ഗ്രൗണ്ട് സബ്സൈഡൻസ് പറയാം. നെക്സ്റ്റ് പറയുന്നത് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. അപ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നമ്മൾ പറഞ്ഞു, ആ 4 പ്രോസസ്സുകളാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ വരുന്നത്. അപ്പോൾ ആ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ റിസോഴ്സസിൽ വീണ്ടും വാട്ടർ, അതായത് ആ കളക്ഷൻ പ്രോസസ്സ് നടക്കണം. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇൻ arid and semi-arid regions for agriculture ഡിസ്റ്റർബ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ദി ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. പ്രത്യേകിച്ചും ഈ വരണ്ട പ്രദേശങ്ങൾ, അരിഡ് എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശങ്ങളാണ്. വരണ്ട പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ട് വെള്ളം ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പർപ്പസുകൾക്കൊക്കെ വേണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അതിൻ്റെ ഒരു ബാലൻസിൽ വ്യത്യാസം ഉണ്ടാകും. സഫീഷ്യൻ്റ് ആയിട്ട് ആ വാട്ടർ അവിടെ മണ്ണിൽ അല്ലെങ്കിൽ റിസോഴ്സസുകളിൽ എത്തിച്ചേരാതിരിക്കുകയും നമ്മുടെ വാട്ടർ സൈക്കിളിൽ പിന്നെ അതായത് നമുക്ക് ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോവുകയും ചെയ്യും. നെക്സ്റ്റ് പറയുന്നൊരു പ്രോബ്ലം ഇൻട്രൂഷൻ ഓഫ് സോൾട്ട് വാട്ടർ. അതായത് പ്രത്യേകിച്ചും കോസ്റ്റൽ ഏരിയാസിലാണ്, തീരപ്രദേശങ്ങളിലൊക്കെ പിന്നെ അതായത് കടലിനോട് ചേർന്ന കോസ്റ്റൽ ഏരിയാസിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് പിന്നെ ഉപ്പുവെള്ളമായിരിക്കും. അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ മറ്റ് അഗ്രികൾച്ചറൽ പർപ്പസുകൾക്കൊന്നും അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഇൻ കോസ്റ്റൽ ഏരിയ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലീഡ്സ് ടു ദി ഇൻട്രൂഷൻ ഓഫ് സോൾട്ട് വാട്ടർ ഫ്രം സീ. Therefore, that water cannot be used for drinking and agriculture. Next, overutilization of water causes earthquakes, landslides and famines.
അപ്പം അത് മാത്രമല്ല, ഈ നമ്മൾ വാട്ടർ ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് തന്നെ അത് കേടാണ്. എർത്തുക്കേക്ക് ഉണ്ടാകുന്നതിനും അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിലുണ്ടാകുന്നതിനും ക്ഷാമം, നമ്മുടെ അഗ്രികൾച്ചറിനൊന്നും പറ്റാത്ത തരത്തിൽ നമ്മുടെ മണ്ണും ഭൂമിയും എല്ലാം മാറുകയും അങ്ങനെ ക്ഷാമം ഉണ്ടാകുന്നതിനും ഒക്കെ അത് കാരണമാകും. നെക്സ്റ്റ്, ഡ്രൈയിങ് അപ്പ് ഓഫ് വെൽസ്. നമ്മുടെ കിണറുകൾ വറ്റി വരണ്ടു പോകും. ഡ്യൂ ടു ഓവർ യൂട്ടിലൈസേഷൻ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസസ് മച്ച് ഫാസ്റ്റർ ദാൻ ക്യാൻ ബി റീജനറേറ്റഡ്. ഇറ്റ് ലീഡ്സ് ടു ഡ്രൈയിങ് ഓഫ് ഡഗ് വെൽ ആൻഡ് ബോർവെൽസ്. ബോർവെല്ലുകളും ഡഗ് വെല്ലുകളും എല്ലാം തന്നെ വളരെയധികം വറ്റി വരണ്ടു പോകുന്ന ഒരവസ്ഥയിലോട്ട് പോകും. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കണം, റീജനറേറ്റ് ചെയ്യപ്പെടണം. അത് ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റീജനറേറ്റ് ആവില്ല, അപ്പോൾ അത് ഡ്രൈ ആവുന്നതിന് കാരണമാകും. നെക്സ്റ്റ്, പൊല്യൂഷൻ ഓഫ് വാട്ടർ. അപ്പം നിയർ ദ അഗ്രികൾച്ചറൽ ലാൻഡ് ഗ്രൗണ്ട് വാട്ടർ കണ്ടെയ്നിങ് നൈട്രജൻ എൻറ്റേഴ്സ് ഇൻ ടു ദ ഗ്രൗണ്ട് ആൻഡ് പൊല്യൂട്ട്സ് ദ ഗ്രൗണ്ട് വാട്ടർ. നമുക്കറിയാം, ഈ പാടങ്ങളുടെ അടുത്തൊക്കെയുള്ള കിണറുകളിലുള്ള വെള്ളം എന്ന് പറയുന്നത് അത്ര കൺസ്യൂമബിൾ അല്ല. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പൊല്യൂട്ടഡ് ആണ്. നൈട്രജൻ ഗ്രൗണ്ടിൽ എൻറ്റർ ചെയ്യുകയും ആ വാട്ടറിൽ അത് മിക്സ് ആവുകയും അത് കൺസ്യൂമബിൾ അല്ലാതെ തീരുകയും ചെയ്യും. അപ്പം നിയർ ദ അഗ്രികൾച്ചറൽ ലാൻഡ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം അതും എന്താണ്, നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും, വാട്ടർ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു അവസ്ഥയിലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് വാട്ടറിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വാട്ടറിനെ പ്രിസർവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ വാട്ടർ കൺസർവേഷൻ സ്ട്രാറ്റജീസ്. നമ്മുടെ വാട്ടറിനെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്പിംഗ് സ്മോൾ ക്യാച്ച്മെൻറ്റ് ഡാംസ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ് ലാൻഡ്സ്. അതായത് തണ്ണീർത്തടങ്ങളെന്ന് പറയത്തില്ല, വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തണ്ണീർത്തടങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ ചെറിയ ഡാംസുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുക, ചെറിയ അണക്കെട്ടുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തും. അതായത് ഈ വെള്ളം നേരിട്ട് ഓഷ്യനിലോട്ട് അല്ലെങ്കിൽ കടലിലോട്ട് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിലെത്തുന്ന വെള്ളം എന്തിനു പറ്റില്ല, നമുക്ക് അഗ്രികൾച്ചറൽ പർപ്പസുകൾക്ക് വേണ്ടിയോ നമുക്ക് ഡ്രിങ്കിങ്ങിന് വേണ്ടിയോ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നമ്മുടെ മണ്ണിലോട്ട് ഡ്രെയിൻ ചെയ്ത് അത് നമുക്ക് കൺസ്യൂമബിൾ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സിലോട്ട് അത് എത്തിച്ചേരണം. അപ്പോൾ അതിന് വേണ്ടി ഡാംസുകൾ കൺസ്ട്രക്ട് ചെയ്യുകയും വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, സോയിൽ മാനേജ്മെൻറ്റ്, മൈക്രോ കാച്ച്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് അഫോറസ്റ്റേഷൻ പെർമിറ്റ്സ് റീചാർജിങ് ഓഫ് അണ്ടർഗ്രൗണ്ട് അക്വിഫയേഴ്സ് ദാറ്റ് റെഡ്യൂസ് ദ നീഡ് ഫോർ ലാർജ് ഡാംസ്. ലാർജ് ഡാംസ് ഒരു ഏരിയ, അത്രയും ഏരിയ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ചെറിയ മൈക്രോ കാച്ച്മെൻറ്റ് ഡെവലപ്മെൻറ്റ്, അതായത് നമുക്ക് വെള്ളം ഒഴുകി വരുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ചെറിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അതുപോലെ സോയിൽ മാനേജ്മെൻറ്റ്, മണ്ണ് നമുക്ക്, അതായത് മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണ്ണിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, ഡ്രെയിൻ ചെയ്ത് മണ്ണിൽ താഴ്ത്തി നല്ല വാട്ടർ റിസോഴ്സുകളിലോട്ട് നമുക്കത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സോയിൽ മാനേജ്മെൻറ്റ്, മൈക്രോ കാച്ച്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇതെല്ലാം തന്നെ നമ്മുടെ അക്വിഫേഴ്സിലോട്ട്, ഉറവുകളിലോട്ടൊക്കെ നമുക്ക് വെള്ളം ഒഴുക്കി അരിച്ച് ഇറക്കുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ്, പ്രിവെൻറ്റിംഗ് ലീക്കേജസ് ഫ്രോം ഡാംസ് ആൻഡ് കനാൽസ് ആൻഡ് ലോസ് ഇൻ മുനിസിപ്പൽ പൈപ്പ്സ്. എവിടെയെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ലീക്കാവുന്ന രീതിയിൽ ഡാമിലോ കനാൽസിലോ മുനിസിപ്പൽ പൈപ്പ്സിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, എഫക്റ്റീവ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻ അർബൻ എൻവയോൺമെൻറ്റ്സ്. നമ്മുടെ മഴവെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ. അപ്പം മഴവെള്ള സംഭരണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പ്ലാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മഴവെള്ളത്തെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. നെക്സ്റ്റ്, വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് ഇൻ അഗ്രികൾച്ചർ സച്ച് ആസ് യൂസിങ് ഡ്രിപ്പ് ഇറിഗേഷൻ, കൺട്രോൾ ഓഫ് ഗ്രോയിങ് വാട്ടർ ഇൻറ്റൻസീവ് ക്യാഷ് ക്രോപ്സ്, കൺട്രോൾ ഓഫ് വാട്ടർ ലോഗിങ്. ദറ്റ് ഈസ് വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ്. അപ്പം അഗ്രികൾച്ചറിലൊക്കെ എന്താണ്, അഗ്രികൾച്ചർ പർപ്പസുകൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വാട്ടർ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർ എക്സ്പ്ലോയിറ്റേഷനാണ്. അത് നമുക്ക് യൂസ്ഫുൾ വെള്ളത്തിൻ്റെ സോഴ്സുകൾ കുറയുന്നതിന് കാരണമാകും. അപ്പോൾ അതിന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇറിഗേഷൻ പർപ്പസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദറ്റ് ഈസ് ലൈക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം ഡ്രോപ്സുകളായിട്ട് വെള്ളം ഈ അഗ്രികൾച്ചറൽ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അത് അണ്ടർ വാട്ടറിലോ അല്ലെങ്കിൽ മുകളിലോ ഒക്കെ വെള്ളം ചെറുതായിട്ട് ഇറ്റിച്ചു കൊടുത്ത് മണ്ണിനെ നനയിച്ചുകൊണ്ട് ആ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അഗ്രികൾച്ചർ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരുപാട് വാട്ടർ കൺസ്യൂം ചെയ്യേണ്ടി വരുന്ന വിളകളുടെ കൃഷി കുറയ്ക്കുക.
ഇപ്പോൾ റൈസൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വെള്ളം ആവശ്യമായിട്ടുള്ള പിന്നെ ക്രോപ്പാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വെള്ളം വേണ്ടി വരുന്ന അഗ്രികൾച്ചറൽ ക്രോപ്സുകളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് വാട്ടർ ലോഗിങ്, ഈ വെള്ളം മണ്ണിലേക്ക് താഴ്ന്നിറങ്ങാതെ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ് വാട്ടർ ലോഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തടയുക. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് വാട്ടറിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പ്രൈസിങ് വാട്ടർ അറ്റ് ഇറ്റ്സ് റിയൽ വാല്യൂ മേക്സ് പീപ്പിൾ യൂസ് ഇറ്റ് മോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എഫിഷ്യൻ്റ്ലി ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്. അതായത് വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ, വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സാണ്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു പ്രൈസിങ് വെച്ച് കഴിഞ്ഞാൽ, അത്രയും വില കൊടുത്ത് വാങ്ങുന്നു എന്നുള്ള കൺസിഡറേഷൻ വെച്ച് ആളുകൾ എന്ത് ചെയ്യും, വാട്ടർ സൂക്ഷിച്ചുപയോഗിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ അതിന് കൊടുക്കുക. നെക്സ്റ്റ്, deforested areas where land has been degraded, appropriate soil management practices, making bunds along the hill slopes and making catchment plugs can help retain moisture and make it possible to revegetate degraded areas. ഇപ്പം മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് പോയിട്ടുള്ള ചില ഏരിയാസൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ നശിച്ച് അവിടെ ആ മണ്ണ് അത്രയും നശിച്ച് കിടക്കുന്ന ഒരു ഡീഗ്രേഡഡ് ആയിട്ടുള്ള ലാൻഡ് ഏരിയാസ് വീണ്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള തരത്തിലേക്ക് ആ മണ്ണ് ഒന്ന് മാനേജ് ചെയ്ത് ബണ്ടുകളൊക്കെ ഉണ്ടാക്കി, അതുപോലെ ഹിൽ സ്ലോപ്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ബണ്ടുകളൊക്കെ ഉണ്ടാക്കി ചെറിയ അണക്കെട്ടുകളൊക്കെ സ്ഥാപിച്ച് എന്ത് ചെയ്യാം, മണ്ണിൻ്റെ മോയ്സ്ചർ നിലനിർത്തുകയും വീണ്ടും അവിടെ വെജിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള നശിച്ചു പോയിട്ടുള്ള ഏരിയാസ് നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, യൂസ് വേസ്റ്റ് വാട്ടർ ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഡസ് നോട്ട് നീഡ് ഫ്രഷ് വാട്ടർ റീസൈക്ലിംഗ്. ദറ്റ് ഈസ് ട്രീറ്റിംഗ് ആൻഡ് റീസൈക്ലിംഗ് മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ഫോർ അഗ്രികൾച്ചറൽ യൂസ്. നമുക്ക് ഡ്രിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാത്ത വാട്ടർ നമുക്ക് അഗ്രികൾച്ചറൽ പർപ്പസുകൾക്ക് വേണ്ടിയോ അങ്ങനെയുള്ള പർപ്പസുകൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, അത് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, അഡോപ്റ്റ് മിനി വാട്ടർ ഹാർവെസ്റ്റിംഗ് മോഡൽസ് ഫോർ ഡൊമസ്റ്റിക് യൂസേജ്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാൻ ഇപ്പം പല പദ്ധതികളും ഉണ്ട്. ഇപ്പം മഴ സംഭരണി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെറിയ രീതിയിലുള്ള മിനി വാട്ടർ ഹാർവെസ്റ്റിംഗ് മോഡൽസ് ഒക്കെ യൂസ് ചെയ്യുക. മഴവെള്ളമൊക്കെ സംഭരിച്ച് വെക്കുവാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുക. നെക്സ്റ്റ്, ഡെവലപ്പ് സിസ്റ്റമാറ്റിക് വാട്ടർ മാനേജ്മെൻറ്റ് ആൻഡ് അഡോപ്റ്റ് സ്ട്രിക്റ്റ് വാട്ടർ ഓഡിറ്റിംഗ്. ഇൻഡസ്ട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കറക്റ്റായിട്ടൊരു വാട്ടർ മാനേജ്മെൻറ്റ് പ്രാക്ടീസ് കൊണ്ടുവരിക. അതുപോലെ വാട്ടർ ഓഡിറ്റിങ്ങും കണ്ടക്ട് ചെയ്യുക. അതായത് അത് എന്തിനൊക്കെ വേണ്ടി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അതിവിടെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നോക്കുന്നതിന് ഓഡിറ്റിങ്ങും കണ്ടക്ട് ചെയ്യുക, പ്രത്യേകിച്ചും ഇൻഡസ്ട്രീസിൽ. നെക്സ്റ്റ്, സേവ് വാട്ടർ ക്യാമ്പയിൻസ് ഫോർ പബ്ലിക് അവയർനെസ് ഓൺ വാട്ടർ സ്കേഴ്സിറ്റി. നമ്മുടെ വാട്ടർ വളരെ സംരക്ഷിക്കേണ്ടതാണ്, അതിൻ്റെ സ്കേഴ്സിറ്റിയെക്കുറിച്ചുമൊക്കെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി സേവ് വാട്ടർ ക്യാമ്പയിൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. നെക്സ്റ്റ്, ത്രൂ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് പാർട്ടിസിപ്പേറ്ററി ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഹോളിസ്റ്റിക് വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെ പല ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ക്യാമ്പയിൻസ് നടപ്പിലാക്കുക. അതുപോലെ ഒരു സമഗ്രമായിട്ടുള്ള വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് കൊണ്ടുവരിക. വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് ഒരു വലിയ ലാൻഡ് ഏരിയയാണ്. വെള്ളം ഒഴുകി വന്ന് ഒരു സെൻട്രൽ പോയിന്റിലോട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിനെ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന മെഷേഴ്സൊക്കെ എടുക്കുക. പിന്നെ the government should develop policies that protect water resources, promote sustainable watershed management and invest in technologies that will increase efficiency in irrigation, industrial usage and improve water harvesting techniques. അപ്പം നമ്മുടെ വാട്ടർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർഷെഡ് മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഹാർവെസ്റ്റിംഗ് ടെക്നോളജീസ് നടപ്പിലാക്കാം, അതുപോലെ ഇറിഗേഷൻ പർപ്പസുകൾ അതിനു വേണ്ടിയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യാം, ഇൻഡസ്ട്രിയൽ യൂസേജിന് വേണ്ടിയും ഒക്കെ നമുക്ക് പല ടെക്നീക്സുകളും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം വളരെ സാധ്യതയുള്ള പോളിസീസ് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വാട്ടർ കൺസേർവ് ചെയ്യാനായിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്ന സ്ട്രാറ്റജീസ്. One of the important strategy of conserving water is rainwater harvesting. മഴവെള്ള സംരക്ഷണം എന്ന് പറയും, സംഭരണം എന്ന് പറയും. അത് നമ്മുടെ ഈ കൺസർവേഷൻ സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കൂടുതലും മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. മൺസൂണിലാണ് നമുക്ക് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്.
ഇപ്പം നോൺ മൺസൂൺ പീരീഡ്സിലേക്ക് നമ്മൾ ഈ മഴവെള്ളം സംരക്ഷിച്ച് വെക്കുക, അത് കളക്ട് ചെയ്ത് സംരക്ഷിച്ച് വെക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടെക്നിക്ക് ഓഫ് കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് റെയിൻ വാട്ടർ ഫോർ യൂസ് ഇൻ നോൺ മൺസൂൺ പീരീഡ്സ്. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കോൺക്രീറ്റ് ഹൗസസും അതുപോലെ മുറ്റമൊക്കെ അല്ലേ, കോൺക്രീറ്റഡ് കോർട്ട്യാർഡ്സ് ആണ്, പിന്നെ അതുപോലെ വെൽ ബിറ്റ് റോഡ്സ് ആണ്, ഫുട്പാത്സുകളെല്ലാം കോൺക്രീറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിലോട്ട് വെള്ളം എന്ത് ചെയ്യുന്നില്ല, ഊർന്നിഴങ്ങുന്നില്ല. അപ്പം എല്ലാ വെള്ളവും മിക്കവാറും ഒലിച്ച് കടലിലേക്ക് തന്നെ അങ്ങ് പോവുകയാണ്. നമ്മുടെ മണ്ണിലോട്ട് ഒലിച്ച് ചേർന്ന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ റിസോഴ്സുകളിൽ അത് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ കുറവാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി ആൻ ആർട്ടിഫിഷ്യൽ റീചാർജിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇത് നമ്മൾ പിന്നെ മഴവെള്ളം എന്ത് ചെയ്യാണ്, ആർട്ടിഫിഷ്യലി നമ്മുടെ മണ്ണിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഡൺ ത്രൂ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. For the purpose, rainwater is collected at the rooftop or in an open well and then carried on for immediate use, or it is directed into the aquifers. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റൂഫ് ടോപ്പിൽ പല കെട്ടിടങ്ങളുടെ മുകളിൽ വീഴുന്ന മഴവെള്ളം കളക്ട് ചെയ്ത് പൈപ്പിലൂടെ ഒരു ഓപ്പൺ വെല്ലിലേക്കോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ഒരു പിറ്റ് തയ്യാറാക്കാറുണ്ട്, അതിലേക്കോ ഇത് കളക്ട് ചെയ്ത് പിന്നെ അത് പിന്നെ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമുക്ക് പല സ്ട്രാറ്റജീസ് ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി പല സ്ട്രക്ചറുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് റൂഫ് ടോപ്പ് മെത്തേഡും പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഈ റീചാർജ് പിറ്റ്സ് വഴി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെയിൻ വാട്ടർ കളക്ട് ചെയ്യും. റൂഫ് വഴിയല്ല, അല്ലാതെ നമ്മുടെ റോഡ് സർഫസിലും പ്ലേ ഗ്രൗണ്ട്സിലും ഒക്കെ ഉള്ള വാട്ടർ പിറ്റിൽ കളക്ട് ചെയ്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് റൂഫ് ടോപ്പ് മെത്തേഡാണ്. ദറ്റ് ഈസ് കളക്ടിങ് റെയിൻ വാട്ടർ ഫ്രം റൂഫ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് സ്റ്റോറിങ് ഇൻ ദ ഗ്രൗണ്ട്. ഇറ്റ് ഈസ് ദ ലോ കോസ്റ്റ് ആൻഡ് എഫക്റ്റീവ് ടെക്നിക് ഫോർ അർബൻ ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. അപ്പോൾ നമ്മൾ പട്ടണ പ്രദേശങ്ങളിലൊക്കെ ഉള്ള, അതായത് കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോൺക്രീറ്റ് വരുന്ന പിന്നെ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ബിൽഡിങ്സിൻ്റെയൊക്കെ മുകളിൽ വീഴുന്ന വെള്ളം, റൂഫ് ടോപ്പിലുള്ള വെള്ളം കളക്ട് ചെയ്ത് നമ്മളൊരു ഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റെയിൻ വാട്ടർ ഫ്രം റൂഫ്സ്, റോഡ് സർഫസ്, പ്ലേ ഗ്രൗണ്ട്സ് ഈസ് ഡൈവേർട്ടഡ് ഇൻ ടു സർഫസ് ടാങ്ക് ഓർ റീചാർജ് പിറ്റ്സ്. ദ പിറ്റ് ബേസ് ഈസ് ഫിൽഡ് വിത്ത് സ്റ്റോൺസ് ആൻഡ് സാൻഡ്. അതായത് ഒരു കുഴി കുഴിച്ചിട്ട് അതിൽ നമ്മൾ സാൻഡും സ്റ്റോൺസും ഇട്ട് നിറയ്ക്കും ആ കുഴി. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ റൂഫിലുള്ളതോ അല്ലെങ്കിൽ റോഡ് സർഫസിലുള്ളതോ പ്ലേ ഗ്രൗണ്ടിലുള്ളതോ ഉള്ള വെള്ളമെല്ലാം ഇങ്ങോട്ട് ഒഴുകി ഈ കുഴിയിലേക്ക് ഒഴുകി വരാനുള്ള സൗകര്യം, പൈപ്പുകൾ വഴി ഒഴുകി വരാനുള്ള സൗകര്യം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്ത് ഒരു മെയിൻ വാട്ടർ സോഴ്സിലോട്ട് അത് ഡ്രെയിൻ ചെയ്ത് പോവുകയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമ്മുടെ കിണറിലോട്ട് ഒഴുകി പോകുമോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ടാങ്ക് നമ്മൾ തയ്യാറാക്കി അതിലേക്ക് ആ വെള്ളം ഒഴുകി പോവുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു പിന്നെ ടെക്നിക്കാണ്. അപ്പോൾ ഇത് പല രീതിയിൽ അല്ലെങ്കിൽ പല സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡഗ് വെൽസ് യൂസ് ചെയ്യാറുണ്ട്, ഹാൻഡ് പമ്പ്സ് യൂസ് ചെയ്യാറുണ്ട്, റീചാർജ് ഷാഫ്റ്റ് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൽ ഷാഫ്റ്റ്സ്, ബോർവെല്ലിൻ്റെ കൂടെ ലാറ്ററൽ ഷാഫ്റ്റ്സ് വെച്ച് യൂസ് ചെയ്യാറുണ്ട്, സ്പ്രെഡിങ് ടെക്നിക്ക്. അങ്ങനെ പല സ്ട്രക്ചറുകളാണ് നമ്മൾ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി, അത് ഓരോ ലൊക്കേഷന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ ആ സ്ട്രക്ചറിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്? നമുക്കറിയാം, എസ്പെഷ്യലി പിന്നെ ഇപ്പോഴും ഇത്രയധികം കോൺക്രീറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളം മണ്ണിലേക്ക് ഒലിച്ചു പോകാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്യൂമബിൾ ആയിട്ടുള്ള വാട്ടർ വളരെ കുറവാണ്. അപ്പോൾ അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് പോയിന്റ് വൈസ് നോക്കാം. ഫസ്റ്റ് വൺ, ടു റൈസ് ദ വാട്ടർ ടേബിൾ ബൈ റീചാർജിങ് ദ ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും മഴ ലഭിക്കുന്നതിനും ആ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിള് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും സാധിക്കൂ. അപ്പോൾ ആ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിള്
മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഇത് സഹായിക്കും. നെക്സ്റ്റ്, ടു മിനിമൈസ് വാട്ടർ ക്രൈസിസ് ആൻഡ് വാട്ടർ കോൺഫ്ലിക്ട്സ്. വാട്ടർ ക്രൈസിസുകളും വാട്ടർ കോൺഫ്ലിക്ട്സും ഒക്കെ മാക്സിമം നമുക്ക് കുറയ്ക്കുന്നതിന്, അതായത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാകും ഈ ഒരു ടെക്നിക്കിലൂടെ. നെക്സ്റ്റ്, ടു റെഡ്യൂസ് റെയിൻ വാട്ടർ റൺ ഓഫ് ആൻഡ് സോയിൽ ഇറോഷൻ. മഴവെള്ളം നമ്മളിങ്ങനെ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒഴുകി കടലിലേക്ക് അങ്ങ് പോകത്തേ ഉള്ളൂ, അത് നമുക്ക് കൺസ്യൂമബിൾ ആവാൻ പറ്റില്ല. അതുപോലെ തന്നെ മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയുന്നതിന് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സഹായിക്കും. നെക്സ്റ്റ്, ടു റെഡ്യൂസ് ദ ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ ഫ്രം ഇൻട്രൂഷൻ ഓഫ് സലൈൻ വാട്ടർ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മഴവെള്ളം സംരക്ഷിക്കുന്നത്, ഏറ്റവും പ്യൂറായിട്ടുള്ള വാട്ടറാണ് ഈ റെയിൻ വാട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് വഴി നമുക്ക് ഈ നമ്മുടെ വെള്ളത്തിലോട്ട് ഈ സലൈൻ വാട്ടർ മിക്സ് ആവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. കണ്ടാമിനേഷൻ ഉദ്ദേശിക്കുന്ന പൊല്യൂഷനാണ്. അപ്പോൾ വാട്ടർ പൊല്യൂഷൻ, അതായത് നമുക്ക് വളരെ പ്യുവറായിട്ട് തന്നെ വാട്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. What is the process of, അല്ലെങ്കിൽ what is the concept of rainwater harvesting? Rainwater harvesting involves collecting water that falls on the roof of house during rain and conveying water through PVC or aluminum pipe to a nearby covered storage tank. ഇപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സിൻ്റെ അല്ലെങ്കിൽ ഹൗസിൻ്റെയൊക്കെ മുകളിൽ, ടെറസിൻ്റെ മുകളിൽ മഴയായിട്ട് വീഴുന്ന വെള്ളം കളക്ട് ചെയ്ത് PVC അല്ലെങ്കിൽ അലൂമിനിയം പൈപ്പിലൂടെ കളക്ട് ചെയ്ത് നമ്മളൊരു കവേർഡ് സ്റ്റോറേജ് ടാങ്കിലോട്ട് കൺവേ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കവേർഡ് സ്റ്റോറേജ് ടാങ്കാണ്, അതായത് നമുക്ക് വീണ്ടും ആ വെള്ളം എന്ത് ചെയ്യാൻ പറ്റുമോ, ടാങ്കിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. Then which are the advantages related to rainwater harvesting? Rainwater harvesting കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഫസ്റ്റ് വൺ പറയുന്നത്, ഇറ്റ് മേക്സ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റെഡ്യൂസസ് ഫ്ലഡിംഗ്, സ്റ്റോം വാട്ടർ റൺ ഓഫ്, ഇറോഷൻ ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് സർഫേസ് വാട്ടർ വിത്ത് പെസ്റ്റിസൈഡ്സ്, സെഡിമെൻറ്റ്സ്, മെറ്റൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഫസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ നാച്ചുറൽ റിസോഴ്സസിനെ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതുവഴി നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മഴവെള്ളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതുവഴി നമുക്ക് ഫ്ലഡിങ് തടയാൻ സാധിക്കുന്നു. അതുപോലെ വെള്ളം ഒലിച്ചു പോകുന്നത് തടയാൻ സാധിക്കും, മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ വെള്ളം ഒഴുകി ചേർന്ന് എത്തുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വാട്ടർ സോഴ്സിൽ ചെല്ലുമ്പോൾ അത് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുണ്ടാകും, കണ്ടാമിനേഷൻ സംഭവിക്കും. പെസ്റ്റിസൈഡ്സുകളും സെഡിമെൻസും മെറ്റൽസും ഫെർട്ടിലൈസേഴ്സും ഒക്കെ ചേർന്ന് അത് കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ഫിൽറ്റർ ചെയ്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ പ്യുവർ ആയിട്ടുള്ള റെയിൻ വാട്ടർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, റെഡ്യൂസസ് ദ നീഡ് ഫോർ ഇമ്പോർട്ടഡ് വാട്ടർ. ഇങ്ങനെ ഒരു വാട്ടർ റിസോഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെ നിന്നും വാട്ടർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Next happens to be an excellent source of water for landscape irrigation with no chemicals such as fluorides and chlorine and no dissolved salts and minerals from the soil. അപ്പം ഇത് വളരെ പ്യുവറായിട്ടുള്ള ഒരു വാട്ടർ റിസോഴ്സാണ്. അതായത് ഒരു തരത്തിലുള്ള കണ്ടാമിനേഷനോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും അതിനകത്ത് മിക്സ് ആവുന്നില്ല. ലൈക്ക് ഫ്ലൂറൈഡ്, ക്ലോറിൻ, ഡിസോൾവ്ഡ് സോൾട്സ്, മിനറൽസ്, ഓയിൽ, ഇങ്ങനെ മണ്ണിൽ കലർന്നിട്ടുള്ള ഒരു തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കെമിക്കൽസോ ഇതിൻ്റെ അകത്ത് മിക്സ് ആവുന്നില്ല. Next, home systems can be relatively simple to install and operate. It could very well reduce your water bill. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ പിന്നെ വാട്ടർ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത് വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ്, പ്രൊമോട്ട്സ് ബോത്ത് വാട്ടർ ആൻഡ് എനർജി കൺസർവേഷൻ. നമുക്ക് വാട്ടർ ബില്ലും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, അതായത് എനർജി നമുക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു, വാട്ടർ ബില്ലും കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും വാട്ടർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് വാട്ടറും എനർജിയും രണ്ടും കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡസ് നോട്ട് റിക്വയർ എ ഫിൽട്രേഷൻ സിസ്റ്റം ഫോർ ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ. അപ്പോൾ ജലസേചനത്തിനൊക്കെ നമുക്ക് എന്താവശ്യമില്ല, വേറൊരു ഫിൽട്രേഷൻ പർപ്പസിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ആ സ്റ്റോറേജ് ടാങ്കിൽ എത്തുന്നത് തന്നെ ഫിൽറ്റർ ചെയ്താണ് ഇത് എത്തുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേ സാൻഡും റോക്കും ഒക്കെ നിരത്തിയിട്ട് അത് ഫിൽറ്റർ ചെയ്താണ് ഇത് ആ ടാങ്കിലേക്ക് പോകുന്നത്. അപ്പം വേറൊരു ഫിൽട്രേഷൻ സിസ്റ്റം ഇതിന് ആവശ്യമില്ല. നെക്സ്റ്റ്, വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ഷെഡ്. വാട്ടർ ഷെഡിൻ്റെ മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് വാട്ടർ ഷെഡ്? വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ നീർത്തടം എന്ന് പറയും. എന്താണ് ഈ നീർത്തടം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ഇതിനെ ഡ്രെയിനേജ് ബേസിൻ എന്ന് വിളിക്കും. ഡ്രെയിനേജ് ബേസിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി
വാട്ടർഷെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഏരിയ ഓഫ് ലാൻഡ്, ഒരു ലാൻഡ് ഏരിയ ആണ്, വെയർ സർഫസ് വാട്ടർ ഡ്രെയിൻസ് ഡൗൺ ടു എ സിംഗിൾ പോയിൻറ്റ്. അതായത് പലയിടത്തു നിന്നുള്ള വെള്ളം ഒഴുകി ഒരു സിംഗിൾ പോയിൻറ്റിലെത്തുന്ന ആ ഒരു വലിയ ലാൻഡ് ഏരിയയാണ് നമ്മൾ വാട്ടർ ഷെഡ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡ്രെയിനേജ് ബേസിൻ എന്നും വിളിക്കാം. അപ്പോൾ വാഷ് ബേസിനിൽ എങ്ങനെയാണ് എല്ലാ വശത്തു നിന്നുള്ള വെള്ളം ഒഴുകി ഒരു സെൻട്രൽ പോയിൻറ്റിൽ ആ ഒരു ഹോളിലോട്ട് പോവുമല്ലേ. അപ്പോൾ ഇതും ഒരു ബേസിൻ തന്നെയാണ്. ദറ്റ് ഈസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് a land area from which water drains under the influence of gravity into stream, lake, reservoir or other body of surface water. അപ്പം ഒരു പ്രത്യേക അപ്പം അത് ആ ഒരു ലാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉയരമുള്ള ഹിൽ ഏരിയാസ് കാണും, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ആയിട്ടുള്ള ഏരിയാസ് കാണും. അങ്ങനെ പല പ്രദേശങ്ങളിലുള്ള വെള്ളം, മഴയിലും ഒക്കെ ആയിട്ടുള്ള ഒഴുകുന്ന വെള്ളം ഡ്രെയിൻ ചെയ്ത് അത് ഡ്രോപ്സുകളായിട്ടാകാം, എല്ലാം എന്തായാലും ഡ്രെയിൻ ചെയ്ത് ഏതെങ്കിലും ഒരു വാട്ടർ റിസോഴ്സിൽ ചെന്ന് എത്തിച്ചേരും അല്ലേ. അപ്പോൾ അത് എന്നിട്ട് അത് തന്നെ ഇപ്പം അത് ചെന്ന് ഒരു ഒരു സ്ട്രീമിലാണ്, അല്ലെങ്കിൽ ഒരു റിവറിലാണ്, അല്ലെങ്കിൽ ഒരു ലേക്കിലാണ് എത്തിച്ചേരുന്നതെന്നുണ്ടെങ്കിൽ അത് മെയിൻ റിവറിലോട്ട് എന്ത് ചെയ്യും, വീണ്ടും അത് ഒഴുകിപ്പോകും. അപ്പോൾ അങ്ങനെ ഇത് പല ഹെക്ടറുകളിലായിട്ട് അതായത് ഇതിനെ മാക്രോ, മൈക്രോ, മിനി എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വാട്ടർ ഷെഡ് ഏരിയാസിനെ, ഈ ലാൻഡ് ഏരിയാസിനെ. അപ്പോൾ അത് ചിലപ്പോൾ വലിയ ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കത് മിനി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒരു മെയിൻ വാട്ടർ റിസോഴ്സിൽ ചേരുന്ന ആ വലിയൊരു ലാൻഡ് ഏരിയയാണ് നമ്മൾ വാട്ടർ ഷെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഓർ റെയിൻഫോൾ ആൻഡ് റിസൾട്ടൻറ്റ് റൺ ഓഫ് ഈസ് കോൾഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഈ ഒരു ഒഴുകി പോകുന്ന ആ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഏരിയ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പല ഏരിയയിലൂടെ വെള്ളം ഒഴുകി മെയിൻ സ്ട്രീമിൽ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യലാണ്. അപ്പോൾ വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രം മനസ്സിലാക്കുക, ഒരു ലാൻഡ് ഏരിയ ആണ്. അപ്പം അവിടെ ഒഴുകുന്ന ആ ഒരു സർഫസിൽ മഴ പെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്ന വെള്ളം ഒഴുകി ഒരു സിംഗിൾ പോയിൻ്റ്, അതായത് സ്ട്രീമോ റിവറോ ലേക്കോ എന്തുമാകാം, ആ ഒരു സിംഗിൾ പോയിൻറ്റിലോട്ട് ഈ വാട്ടർ ഒഴുകി എത്തിച്ചേരുന്ന ആ വലിയ ലാൻഡ് ഏരിയയാണ് നമ്മൾ വാട്ടർ ഷെഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ഡ്രെയിനേജ് ബേസിൻ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ വാട്ടർ ഷെഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അതിനെ ദോഷകരമായിട്ട് ഈ വാട്ടർ ഷെഡ് എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വാട്ടർ റിസോഴ്സിൻ്റെ ഒരു വലിയ പങ്കാണ് ഈ വാട്ടർ ഷെഡുകൾ വഹിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഏരിയ സംരക്ഷിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ വാട്ടർ ഷെഡിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ്, ഓവർ ഗ്രേസിങ്, ഡീഫോറസ്റ്റേഷൻ, മൈനിങ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ദീസ് ആക്ടിവിറ്റീസ് അഫക്റ്റ് ഓർ ഡീഗ്രേഡ് വാട്ടർ ഷെഡ്. അപ്പം അമിതമായിട്ട് കന്നുകാലികളെ വിട്ട് മേയ്ക്കുക, അതുപോലെ മരങ്ങൾ വെട്ടിമുറിക്കുക, മൈനിങ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് ഇടുന്ന കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ആ വാട്ടർ ഷെഡിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡ്രോട്ടി ക്ലൈമറ്റ് ഓൾസോ അഫക്റ്റ് ദ വാട്ടർ ഷെഡ്. അപ്പം വളരെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റും വരണ്ട കാലാവസ്ഥയെല്ലാം തന്നെ നമ്മുടെ ഈ വാട്ടർ ഷെഡിനെ നശിപ്പിക്കും. ഈ വാട്ടർ ഷെഡ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? നീഡ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ്, ടു റൈസ് ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ഈ വാട്ടർ ഷെഡുകൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ വാട്ടർ റിസോഴ്സുകൾ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ വാട്ടർ ലെവൽ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ നമുക്ക് റൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു പ്രൊട്ടക്റ്റ് ദ സോയിൽ ഫ്രം ഇറോഷൻ ബൈ റൺ ഓഫ്. ഈ വാട്ടർ ഷെഡുകളിൽ പ്രോപ്പറായിട്ട് ഈ വെള്ളം മണ്ണിലൂടെ ഡ്രെയിൻ ചെയ്താണ് മെയിൻ വാട്ടർ റിസോഴ്സുകളിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ഡ്രെയിൻ ചെയ്തെത്തുന്നത് വഴി നമുക്ക് മണ്ണ് ഒലിച്ചു പോകാതെ തടയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ഫ്ലഡ്, ഡ്രോട്ട് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ഈ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുക, അതായത് ഈ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഡ്രെയിനിങ് പൂർണ്ണമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ഡ്രോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ലാൻഡ് സ്ലൈഡ്സ്, മണ്ണിടിച്ചിലുണ്ടാകാൻ, ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പല കലാമിറ്റീസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ടു ജനറേറ്റ് ഹ്യൂജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബാക്ക്വേർഡ് റെയിൻ ഫെഡ് ഏരിയാസ് ടു എൻഷുർ സെക്യൂരിറ്റി ഫോർ ലൈവ്ലിഹുഡ്. നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് മൺസൂൺ ഡിപ്പെൻഡൻ്റ് ആണ്, കൂടുതലും അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഷെഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട്
അഗ്രികൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബാക്ക്വേർഡ് റെയിൻ ഫെഡ് ഏരിയാസ് ഒക്കെ പ്രൊട്ടക്റ്റ്, ആ ഒരു ലാൻഡ് ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യുന്നതിനും ഒരുപാട് ആളുകളുടെ ഇൻകം അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് സെക്യൂർ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ വാട്ടർ ഷെഡിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇനി വാട്ടർ ഷെഡിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിന് ഏതൊക്കെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് നോക്കാം. വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇത് സാധാരണയായിട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ വെള്ളം ഒലിച്ചു പോകാതെ മണ്ണിലോട്ട് താഴാനുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അതാണ് ആ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ഷെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അങ്ങനെ മണ്ണിലോട്ട് താഴ്ക്കാൻ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. ഇത് ഫസ്റ്റ് പറയുന്നത് പിറ്റ്സുകൾ ഈക്വൽ ഇൻ്റർവെൽസിൽ ഗ്രൗണ്ടിൽ വാട്ടർ സ്റ്റോർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാട്ടർ താഴ്ന്നു പോകാനായിട്ട് പിറ്റ്സുകൾ ഡഗ് ചെയ്യുക. ട്രെഞ്ചസ് വെയർ ഡഗ് അറ്റ് ഈക്വൽ ഇൻ്റർവെൽസ് ടു ഇംപ്രൂവ് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്തേൺ ഡാംസ് അല്ലെങ്കിൽ സ്റ്റോൺ എംബാങ്ക്മെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യാം. ചെറിയ അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കി പാറകൾ കൊണ്ടുമൊക്കെ നമുക്ക് ചെറിയ അണക്കെട്ടുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ആ വെള്ളം ഒഴുകി പോകുന്നത് തടഞ്ഞുകൊണ്ട് മണ്ണിലേക്ക് നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് ഫാം പോണ്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഫാം പോണ്ട് ചെറിയ കുളങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ട് വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും വെള്ളം ഒലിച്ച് പിന്നെ കടലിലേക്ക് പോകാതെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള റിസോഴ്സുകളിലേക്ക് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വാട്ടറിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഈ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്കങ്ങനെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിറ്റ്സുകൾ ഡഗ് ചെയ്തും അതുപോലെ എർത്തേൺ ഡാംസ് അല്ലെങ്കിൽ സ്റ്റോൺ എംബാങ്കുകൾ കൺസ്ട്രക്റ്റ് ചെയ്തും ഫാം പോണ്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്തും ഒക്കെ നമുക്കത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ടർ ഷെഡ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നോക്കാം. മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ഷെഡ്. ഫസ്റ്റ് വാട്ടർ ഹാർവെസ്റ്റിംഗ്. വാട്ടർ ഹാർവെസ്റ്റിംഗ് നമുക്കറിയാമല്ലോ. പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് വാട്ടർ ഇൻ വാട്ടർ ഷെഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡ്രൈ സീസൺ ഇൻ ലോ റെയിൻഫോൾ ഏരിയാസ്. ഈ വാട്ടർ ഷെഡുകളെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം, അതായത് അത് നശിക്കാതെ നമുക്ക് പിന്നെ നിലനിർത്തണം. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ടർ ഷെഡ് വാട്ടറിനെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുക, അതായത് മഴവെള്ളമൊക്കെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിച്ച് വെച്ച് പിന്നെ മെയിൻ സ്ട്രീമിലോട്ട്, അതായത് ഈ മഴവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ സംരക്ഷിച്ച് വെക്കുന്നത് ഓരോ പിറ്റ്സുകളിലോട്ടാണ്. അതായത് ട്രെയിൻ ചെയ്ത് മെയിൻ വാട്ടർ റിസോഴ്സിലോട്ട് നമുക്ക് എത്തിച്ചേരും. അപ്പം വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു നല്ലൊരു ടെക്നിക്കാണ് വാട്ടർ ഷെഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. നെക്സ്റ്റ് ഫോറസ്റ്റേഷൻ ആൻഡ് അഗ്രോ ഫോറസ്ട്രി ഹെൽപ്പ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് മോയ്സ്ചർ ഇൻ വാട്ടർ ഷെഡ് ഏരിയാസ്. ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് മണ്ണൊലിപ്പ് തടയുകയും അതുപോലെ തന്നെ ഈ വാട്ടർ ഷെഡ് ഏരിയാസിലെ മോയ്സ്ചർ, ആ ഒരു ഈർപ്പം നിലനിർത്തി മണ്ണിനെ പിന്നെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് സൂക്ഷിച്ച് നമുക്ക് ആ പിന്നെ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് റെഡ്യൂസിങ് സോയിൽ ഇറോഷൻ. അപ്പോൾ ടെറസിങ്, കണ്ടോർ ക്രോപ്പിംഗ് മിനിമൈസസ് സോയിൽ ഇറോഷൻ ആൻഡ് റൺ ഓഫ് ദി സ്ലോപ്സ് ഓഫ് വാട്ടർ ഷെഡ്സ്. അപ്പം നമ്മൾ ടെറസിങ്, അതായത് ഇങ്ങനെ മണ്ണ് നമ്മൾ കെട്ടി നിർത്തുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ മണ്ണ് കെട്ടി നിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ കോണ്ടോർ ക്രോപ്പിംഗ്, അതായത് വിളകൾ നമ്മളിങ്ങനെ തരംതിരിച്ച് തട്ടുതട്ടായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ സോയിൽ ഇറോഷൻ തടയുന്നതിനും വാട്ടർ ഷെഡ്സുകളിലുള്ള സ്ലോപ്സുകളൊക്കെ ഇടിഞ്ഞു പോകുന്നതിനും മണ്ണൊലിപ്പ് ഉണ്ടായി ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നതൊക്കെ തടയുന്നതിനുമൊക്കെ അത് സഹായിക്കും. അപ്പം വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു ടെക്നിക്കാണ് വാട്ടർ ഷെഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോയിൽ ഇറോഷൻ പിന്നെ തടയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില ടെക്നിക്കുകളെല്ലാം വാട്ടർ ഷെഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സയൻറ്റിഫിക് മൈനിങ് ആൻഡ് ക്വാറിയിങ് മിനിമൈസ് ദ ഡിസ്ട്രക്റ്റീവ് എഫക്റ്റ് ഓഫ് മൈനിങ് ഇൻ വാട്ടർ ഷെഡ് ഏരിയാസ്. അപ്പോൾ നമുക്ക് മൈനിങ് ഒക്കെ നമുക്ക് ആവശ്യം തന്നെയാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ മൈനിങ്ങും ക്വാറിയിങ്ങും ഒക്കെ സയൻറ്റിഫിക്കലി നമുക്കത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ ഷെഡിനൊന്നും വളരെ നാശം സംഭവിക്കാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സയൻറ്റിഫിക് മൈനിങ് ആൻഡ് ക്വാറിയിങ് ടെക്നിക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷനും വളരെ എസെൻഷ്യലാണ് വാട്ടർ ഷെഡ് സംരക്ഷിക്കുന്നത്. വാട്ടർ ഷെഡ് സംരക്ഷിക്കേണ്ടത് ആവശ്യകത എന്താണെന്നുള്ളത് പബ്ലിക്കിനെയും കൂടി അവെയറാക്കി കൊടുക്കുക. People should be motivated for maintaining water harvesting structure implemented by the government. വാട്ടർ ഷെഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ തന്നെ പല പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പല പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ അതിനോടുകൂടി പബ്ലിക്കിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വാട്ടർ ഷെഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി ഡാംസും കൂടി ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇപ്പോൾ തന്നെ ഇത് ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.